നമസ്കാരം. ശിവടിച്ചന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് 10ാം ക്ലാസ്സിലെ പുതിയ കേരള പാഠാവലിയിലെ രണ്ടാമത്തെ പാഠത്തിലേക്ക് പോകാം. സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകൾ എന്നതാണ് രണ്ടാമത്തെ പാഠം. ഇതിന്റെ ഒടുവിലും നോട്ട് കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പൊ ഈ പാഠഭാഗത്തിന്റെ ആദ്യത്തെ, അതായത് ആ തുടക്കത്തിൽ ഒരു 2 വരികൾ കൊടുത്തിട്ടുണ്ട്. വാക്കുകൾ പൂക്കുന്ന പൊയ്ക, നീന്തി തുടിക്കുന്ന സ്വാതന്ത്ര്യം. അതായത് വാക്കുകൾ പൂക്കുന്ന പൊയ്ക, പൊയ്ക അരുവി, തടാകം എന്നൊക്കെ പറയാം. വാക്കുകളെ പൂക്കളോടാണ് സാമ്യപ്പെടുത്തിയിരിക്കുന്നത്. നീന്തി തുടിക്കുന്ന സ്വാതന്ത്ര്യം, അതായത് വാക്കുകൾ നമുക്ക് നൽകുന്നത് നീന്തി തുടിക്കുന്ന സ്വാതന്ത്ര്യമാണെന്നുള്ളതാണ് അതിനകത്ത് പറയുന്നത്. ഇനി സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകൾ എന്ന പാഠഭാഗത്തിലേക്ക് വരാം. അപ്പൊ ഈ പാഠഭാഗം ഉണ്ണായി വാര്യർ എഴുതിയ നളചരിതം ആട്ടക്കഥയിലെ 1ാം ദിവസത്തിലേതാണ്. വിദർഭയിലെ രാജകുമാരിയായിരുന്ന ദമയന്തിയോട് നളന് നാരദ മഹർഷി പറഞ്ഞു കേട്ട് അനുരാഗം ഉണ്ടാവുകയും അങ്ങനെ നള മഹാരാജാവ് അദ്ദേഹത്തിന്റെ രാജധാനിയിലെ പൂന്തോട്ടത്തിൽ ഉലാത്തുകയും ചെയ്യുമ്പോൾ കാണുന്ന ഒരു സ്വർണ്ണ നിറമുള്ള അരയന്നത്തെ അദ്ദേഹം പിടികൂടുന്നതാണ് സന്ദർഭം. അപ്പൊ ഇവിടെ 2 കഥാപാത്രങ്ങളാണ് പ്രധാനമായിട്ട് വരുന്നത്, നളനും അരയന്നവും. ഇവര് രണ്ടുപേരും തമ്മിലുള്ള സംഭാഷണം നമ്മൾ എഴുതി നാടകരൂപത്തിൽ, അങ്ങനെയാണ് ഇതിനകത്തൊരു ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ എഴുതി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ആ രണ്ടുപേരുടെ സംഭാഷണങ്ങളിൽ നിന്ന് തന്നെയായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവുക. അപ്പൊ ഇവിടെ ഇൻട്രഡക്ഷൻ നമുക്ക് വായിക്കാം. വിദർഭയിലെ രാജാവായ ഭീമന്റെ പുത്രിയാണ് ദമയന്തി. അതുകൊണ്ട് തന്നെ ദമയന്തി ഭീമന്റെ മകളായതുകൊണ്ട് ഭൈമി എന്നുകൂടെ അറിയപ്പെടുന്നുണ്ട്. നാരദ മഹർഷിയിൽ നിന്ന് ദമയന്തിയുടെ ഗുണഗണങ്ങൾ കേട്ടറിഞ്ഞ് നിഷധ രാജ്യത്തെ രാജാവ് ആയ നളൻ. അതുകൊണ്ട് തന്നെ നളന് നൈഷധൻ എന്നൊരു പേരുണ്ട്, നിഷധ രാജ്യത്തിലെ രാജാവ്. അവളിൽ അനുരക്തനാകുന്നു, പ്രണയവിവശനാകുന്നു. അങ്ങനെ പ്രണയവിവശനായ നളൻ ഉദ്യാനത്തിൽ ഉലാത്തുമ്പോഴാണ് സ്വർണ്ണ നിറമുള്ള അരയന്നത്തെ കാണുന്നതും അതിനെ പിടിക്കുന്നതും. അപ്പൊ ഇവിടെ ആദ്യം, അതായത് കഥകളി അറിയാലോ, കഥകളിയുടെ സാഹിത്യരൂപമാണ് ആട്ടക്കഥ. അതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നളചരിതത്തിലെ കഥ എന്ന് പറയുന്ന മഹാഭാരതത്തിലെ ഒരു ചെറിയ കഥാസന്ദർഭമാണ്. ഉണ്ണായി വാര്യർ എന്ന പ്രതിഭ അതിനെ എടുത്ത് 4 ദിവസത്തെ കളിക്ക് പാകമാകുന്ന രീതിയിൽ നളചരിതം 1ാം ദിവസം, 2ാം ദിവസം, 3ാം ദിവസം, 4ാം ദിവസം എന്നിങ്ങനെ ചിട്ടപ്പെടുത്തുകയും ഇപ്പം മൂലകൃതിയിൽ, അതായത് മഹാഭാരതത്തിൽ ഇല്ലാത്ത കുറച്ച് കാര്യങ്ങൾ കൂടെ ഇതിനകത്ത് ആഡ് ചെയ്ത് ഇതിനൊരു നാടകീയത, അതായത് നളചരിതത്തിനൊരു നാടകീയത വരുത്തി അദ്ദേഹം മനോഹരമായിട്ടാണ് ഈ കാവ്യം രചിച്ചിരിക്കുന്നത്. അപ്പൊ ഒറ്റൊരു ആട്ടക്കഥ കൊണ്ട് തന്നെ മലയാള സാഹിത്യത്തിൽ ചിരപ്രതിഷ്ഠ നേടിയ വ്യക്തിയാണ് ഉണ്ണായി വാര്യർ. അപ്പോൾ ഈ ആട്ടക്കഥയിലാകുമ്പോൾ ശ്ലോകം എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് എപ്പോഴും മുമ്പ് നടന്ന കാര്യങ്ങൾ അതുവരെയുള്ളത് ചുരുക്കി പറഞ്ഞ് അടുത്ത കഥയിലേക്ക് കടക്കുന്ന രീതിയാണ് ശ്ലോകം. അപ്പൊ ശ്ലോകത്തിലാണ് എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇതുവരെ സംഭവിച്ചതെന്നത് ചുരുക്കി പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ, പ്രണയവിവശനായ നളൻ അതിൻ്റെ ആ ഒരു വൈഷമ്യം അകറ്റാൻ വേണ്ടി പൂന്തോട്ടത്തിലേക്ക് പോകുന്നു. അവിടെ വെച്ച് നളൻ ഈ സ്വർണ്ണ നിറമുള്ളത് കൊണ്ട് പ്രത്യേക ഒരു ഓമനത്വമുള്ള ഈ അരയന്നത്തെ പിടികൂടുന്നു. അനക്കം കൂടാതെ നരവരൻ അണഞ്ഞ് ആശു. നരവരൻ, നരൻ മനുഷ്യൻ, നരവരൻ മനുഷ്യരിൽ വച്ച് ഏറ്റവും ശ്രേഷ്ഠനായവൻ നളമഹാരാജാവ്. ആശു, ആശു വേഗത്തിൽ. കുതുക അനർഘം സ്വർണാഭം. കുതുകാൽ, കുതുകാൽ കൗതുകത്താൽ, താല്പര്യം കൊണ്ട്. അനർഘം സ്വർണാഭം, അനർഘം സ്വർണാഭമാണ് ഈ അരയന്നം. അമൂല്യമായ, അനർഘം അമൂല്യമായ, സ്വർണത്തിന്റെ ശോഭയുള്ളവനാണ് ഈ അരയന്നം. ശൈതം അരയന്ന പരിവൃഢം. ശൈതം ഉറങ്ങുകയായിരുന്ന, ആ പൂന്തോട്ടത്തിൽ ഉറങ്ങുകയായിരുന്ന സ്വർണ്ണ നിറമുള്ള അരയന്ന പരിവൃഢം. അരയന്നം ഹംസം, പരിവൃഢം ശ്രേഷ്ഠമായത്, പരിവൃഢൻ ശ്രേഷ്ഠൻ. ശ്രേഷ്ഠനായ ഈ അരയന്നത്തെ കയ്യിൽ പിടിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. ഇണക്കാമെന്നോർത്ത്, എന്താണ് ഈ അരയന്നത്തെ പിടിക്കുമ്പോൾ നളൻ ചിന്തിക്കുന്നത്? ഇണക്കാം, ഇതിനെ ഇണക്കി വളർത്താം എന്നോർത്ത് ഇതമോട് പിടിച്ചോരളവിൽ. ഇതമോട് എന്ന് പറഞ്ഞാൽ ഇഷ്ടത്തോടെ, പിടിച്ചോരളവിൽ പിടിച്ച സമയത്ത്. കനക്കും ശോകം, കനക്കും വർദ്ധിച്ച, വളരെ കൂടുതലായ ശോകം പൂണ്ട്, വളരെയധികം ശോകം, സങ്കടം ഉണ്ടായി. ഈ അരയന്നം എന്ത് ചെയ്തു? പൂണ്ട് അവൻ, ശോകം പൂണ്ട്, സങ്കടം പൂണ്ട് അവൻ. രുരോധി അതികരുണം. അധ എന്നുള്ള വാക്കിന് അനന്തരം, പിന്നീട് എന്നൊക്കെയാണ് അർത്ഥം. രുരോധ അതികരുണം, രുരോധ കരഞ്ഞു. എങ്ങനെ? അതികരുണം കരഞ്ഞു, അതായത് കേൾക്കുന്നവർക്ക് വളരെയധികം ദയ തോന്നത്തക്ക രീതിയിൽ ആ അരയന്ന പരിവൃഢൻ, അല്ലെ, അരയന്ന ശ്രേഷ്ഠൻ കരഞ്ഞു.
അടുത്തത് ആവർത്തിച്ച് പാടുന്ന പല്ലവി അനുപല്ലവിയൊക്കെയാണ്. പദം തുടങ്ങുകയാണ്. ശിവശിവ എന്ത് ചെയ്യൂ ഞാൻ. ശിവശിവ, കഷ്ടം കഷ്ടം അല്ലേ, ദൈവത്തെയാണ് വിളിക്കുന്നത്. ദൈവമേ ശിവ, ഞാൻ ശിവശിവ ഞാൻ എന്ത് ചെയ്തു. എന്നെ ചതിച്ചു കൊല്ലുന്നത് രാജേന്ദ്രൻ. എന്നെ ഇതാ ഈ രാജേന്ദ്രൻ, രാജാക്കന്മാരിൽ വെച്ച് ഇന്ദ്രനായിട്ടുള്ളവനാണ് നളമഹാരാജാവ്. അദ്ദേഹം എന്നെ ഇതാ ചതിച്ചു കൊല്ലുന്നു. ഞാൻ ഉറങ്ങുന്ന സമയത്ത് വളരെ അനക്കം കൂടാതെ വന്ന് പിടിച്ചെന്നെ ചതിച്ചു കൊല്ലുന്നു. രാജേന്ദ്രൻ ചക്രവർത്തി. അപ്പൊ അതിന്റെ അനുപല്ലവി വിവശം നിരവലംബം മമ കുടുംബോമിനി. എന്റെ കുടുംബം വിവശമാകും, ക്ഷീണിതമാകും, നിരവലംബമാകും. അതായത് ആരും അവലംബം ആശ്രയം, നിരവലംബം ആരും ആശ്രയമില്ലാതെയാകും. മമ കുടുംബോമിനി, എന്റെ കുടുംബം ഇനി അങ്ങനെയായി തീരും. ഇനി തന്റെ അവസ്ഥ ഹംസം വീണ്ടും വിവരിക്കുകയാണ്. ജനകൻ മരിച്ചുപോയി, എന്റെ അച്ഛൻ മരിച്ചുപോയി. തനയൻ ഞാനൊരുത്തൻ, ഞാൻ തനയൻ പുത്രനായിട്ട് ഞാനൊരുത്തൻ മാത്രമേ ഉള്ളൂ. ജനനി തന്റെ ദശ ഇങ്ങനെ, എന്റെ അച്ഛൻ മരിച്ചുപോയി, ഞാൻ ഒറ്റ മകനേ ഉള്ളൂ. എന്റെ ജനനിക്ക്, എന്റെ അമ്മയ്ക്ക്, എന്റെ അമ്മയുടെ അവസ്ഥ ഇതാണ്. ഭർത്താവ് മരിച്ചുപോയി, ആകപ്പാടെ ഞാൻ ഒരൊറ്റ മകനെ അമ്മയ്ക്ക് ഉള്ളൂ. തന്റെ ദശ ഇങ്ങനെ, ദശ അവസ്ഥ. അപിച്ച മമ ദൈത കളിയല്ല അതിചിര സൂത. ഇനി വേറൊരു കാര്യം പറയുകയാണ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അപിച്ച, അതുമാത്രമല്ല, ദൈത, എന്റെ ദൈത, എന്റെ ഭാര്യ, കളിയല്ല, ഞാൻ തമാശയ്ക്ക് പറയുന്നതല്ല, അതിചിര സൂത, പ്രസവിച്ചിട്ട് അവൾക്ക് അധികം ദിവസങ്ങൾ ആയിട്ടില്ല. പ്രാണൻ കളയും, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവളെ പ്രാണൻ കളയും. അതിവിധുര, അതിവിധുര, അതിദുഃഖിതയായിട്ട് അവള്, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവൾ അതിദുഃഖിതയായിട്ട് പ്രാണൻ കളയും. എന്നാൽ കുലം ഇത് അഖിലവും അറുതി വന്നിടും. എന്നാൽ എൻ്റെ കുലം അതോടെ ഇല്ലാതായി തീരും. അഖിലം മുഴുവനും, അറുതി വരിക, അവസാനം വരിക. എങ്ങനെയാണ് കുലം നശിക്കുന്നത്, വംശം നശിക്കുന്നത്? എൻ്റെ ഭാര്യയെ പ്രസവിച്ചിട്ട് അധികം ദിനങ്ങളായിട്ടില്ല. അപ്പോൾ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ വളരെ വർദ്ധിച്ച ശോകത്തോടെ അവൾ മരിക്കും. അപ്പൊ അവൾ മരിക്കുമ്പോൾ അധിക ദിവസം ആകാത്ത കുഞ്ഞ് പിന്നെ കൂടുതൽ കാലം ജീവിച്ചിരിക്കണമെന്നില്ല. അങ്ങനെ ഞങ്ങളുടെ കുടുംബം തന്നെ ഇല്ലാതാവുന്ന രീതിയായിരിക്കും പിന്നെ നടക്കുക. അപ്പൊ രാജേന്ദ്രൻ ചക്രവർത്തി എന്നെ പിടിച്ച് ചതിച്ചു കൊന്നാൽ ഇതൊക്കെയാണ് എൻ്റെ കുടുംബത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഇതൊരു ചോദ്യത്തിന്റെ ഉത്തരവും കൂടെയാണ്. തന്നെക്കുറിച്ച് തന്റെ മരണം മുന്നിൽ വന്ന് നിൽക്കുമ്പോഴും ഹംസം എന്തൊക്കെയാണ് ചിന്തിക്കുന്നത് എന്നൊരു ചോദ്യത്തിന്റെ ഉത്തരവും കൂടെയാണ്. ഇനിയും അദ്ദേഹം അല്ലെങ്കിൽ ഹംസം തന്നെ പിടിച്ച് കൊല്ലാൻ ശ്രമിക്കുകയാണ് രാജാവെന്ന് വിചാരിച്ചിട്ട് വീണ്ടും പറയുകയാണ്. ചെറുതും പിഴ ചെയ്യാതോരെന്നെ കൊന്നാൽ. ഒരു അല്പം പോലും, ചെറുതായിട്ട് പോലും ഒരു പിഴ ഞാൻ നിനക്ക് ചെയ്തിട്ടില്ല. പിഴ ദുഃഖം, അങ്ങനെ ചെയ്യാത്ത എന്നെ കൊന്നാൽ, നിനക്കൊരല്പം പോലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത, തെറ്റുകൾ നിന്നോട് ചെയ്യാത്ത എന്നെ കൊന്നാൽ ബഹുദുരിതമുണ്ടാവും തവ ഭൂപതേ. നിനക്ക് ഭൂപതേ, ഭൂപതേ ഭൂമിയുടെ പതിയായിട്ടുള്ളവനെ രാജാവേ, അങ്ങേക്ക് ബഹുദുരിതമുണ്ടാകും. എന്താണ് ബഹുദുരിതം? ഭയങ്കരമായ കഷ്ടപ്പാടുകൾ നിനക്ക് ഉണ്ടാകും. മനസ്സി രുചിജനകം, മനസ്സിൽ നിനക്ക് കൊതിയുണ്ടായി. മനസ്സിൽ രുചിജനകം എന്ന് പറഞ്ഞാൽ മനസ്സിൽ നിനക്ക് കൊതിയുണ്ടായി രാജാവിന്. എന്താണ്? എൻ്റെ ചിറക് മണികനകം. അതായത് എൻ്റെ ചിറക് കണ്ടപ്പോൾ നിനക്ക് ഉള്ളിൽ ആഗ്രഹം ഉണ്ടായി. എൻ്റെ ചിറക് മണികനകമാണ്, അതായത് നല്ല സ്വർണമാണെന്ന് വിചാരിച്ച് നീ എന്നെ വന്ന് പിടിച്ചതാണ്. ഇതുകൊണ്ടാകാ നീ ധനികൻ. നീ ഒരു കാര്യം മനസ്സിലാക്കണം. ആർത്തിമൂത്ത് എൻ്റെ ചിറകിന്റെ സ്വർണ്ണ നിറം കൊണ്ട് വന്നാണ് നീ എന്നെ പിടിച്ചതെങ്കിൽ നീ ഒരു കാര്യം മനസ്സിലാക്കുക, നിനക്ക് ഇതുകൊണ്ട് ധനികനാകാൻ പറ്റില്ല. അയ്യോ, ഗുണവും അനവധി ദോഷമായത്. ഇനി തന്റെ തന്നെ ഒരു പ്രശ്നം പറയുകയാണ്. പലർക്കും ഗുണങ്ങൾ ദോഷമായി ഭവിക്കാറുണ്ട്. എനിക്കും അങ്ങനെയാണ്. ഉള്ള അരയന്നങ്ങളിൽ വച്ച് ഏറ്റവും സ്വർണ്ണ നിറമുള്ള ആകെപ്പാടുള്ള ഒരു അരയന്നം ഞാനാണ്. അതുകൊണ്ടായിരിക്കും വേറെ ഒന്നിനെയും പിടിക്കാതെ എന്നെ പിടിച്ചത്. അപ്പൊ ചില ആളുകൾക്ക് അവരുടെ ഗുണങ്ങൾ ദോഷമായി തീരും. ഇത് ആലോചിക്കുമ്പോൾ ശരിയാണ്. നമ്മൾ അല്ലെങ്കിൽ ആനക്കൊമ്പ് എടുക്കാൻ വേണ്ടി, ആനക്കൊമ്പ് അമൂല്യമായ കോടികൾ വിലമതിക്കുന്ന ഒരു വസ്തുവാണ്. അത് വെച്ച് ധാരാളം വിഗ്രഹങ്ങളും മറ്റും കൗതുക വസ്തുക്കളും ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ആനക്കൊമ്പ് എടുക്കണമെങ്കിൽ ആനയെ കൊന്നേ പറ്റൂ. അത് അതിന്റെ ഗുണമാണ്. ഈ ആനക്കൊമ്പ് എന്നുള്ളത് ഇത്രയും വിലപിടിച്ച ഒരു സാധനം ആനയുടെ ശരീരത്തിലുള്ളത്. പക്ഷെ അതിന്റെ ജീവൻ നഷ്ടപ്പെടുന്ന ദോഷമായിട്ട് അത് മാറുന്നു. അതുപോലെ കസ്തൂരിമാനിന്റെ പൊക്കിളിലുള്ള ആ ഒരു ദ്രാവകമാണ് കസ്തൂരി ഗന്ധം. അത് ഒരുപാട് ദൂരത്തേക്ക് വ്യാപിക്കുന്നതാണ് കസ്തൂരി ഗന്ധം എന്ന് പറയുന്നത്. അപ്പൊ അതെടുക്കാൻ വേണ്ടി ഈ കസ്തൂരി മാനിന്റെ ഇനത്തിൽപ്പെട്ട മാനുകളെ തെരഞ്ഞു പിടിച്ച് കൊല്ലുന്ന വേട്ടക്കാരുണ്ട്.
അപ്പൊ ഇതൊക്കെയാണ് ഉദാഹരണങ്ങളായിട്ട് പറയുന്നത്. ആർക്കെങ്കിലും ചിലപ്പോൾ ചില ഗുണങ്ങളുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ദോഷമായിട്ട് വരുന്ന ഇങ്ങനെയായിരിക്കും. എന്റെ ഈ സ്വർണ്ണ നിറമുള്ള ചിറക് എനിക്ക് തന്നെ ദോഷമായി മാറിയെന്ന് ഹംസം പറയുന്നു. ഇതൊക്കെ കേട്ട് നളൻ അങ്ങ് വല്ലാതെ വിഷമിച്ചു. കാരണം നളമഹാരാജാവ് പിടിച്ചത് എങ്ങനെയാണ് അദ്ദേഹം മനസ്സിൽ ഓർത്തത്? ഇണക്കി വളർത്താം എന്ന് കരുതി തന്റെ മനസ്സിലെ ദമയന്തിയോടുള്ള പ്രണയ വിവശത ഒന്ന് കുറയ്ക്കാനായി ഈ ഒരു ഇതിനെ ഇണക്കി വളർത്താം എന്ന ചിന്തയോടെ പിടിച്ചതാണ്. അപ്പോൾ അതൊരു വിഷമമായിട്ട് രാജാവിന് അനുഭവപ്പെടുന്നു. അദ്ദേഹം പറയുന്നു, അറിയുക ഹംസമേ, നീ ഒരു കാര്യം അറിയുക ഹംസമേ, ഞാൻ പറയാം. അരുത് പരിദേവിതം, പരിദേവിതം വിലാപം, നീ വിലപിക്കരുത്, കരയരുത്. വിരസഭാവമില്ല നിന്നിൽ മേ, മേ എനിക്ക്, വിരസഭാവമില്ല നിന്നിൽ, നിന്നോട് എനിക്ക് വിരസഭാവം, ഇഷ്ടക്കേട്, നിന്നോട് എനിക്ക് ഇഷ്ടക്കേടൊന്നും ഇല്ല. ദേഹം അനുപമിതം, ദേഹം അനുപമിതം, അനുപമിതം എന്ന് പറഞ്ഞാൽ ഉപമിക്കാനാവാത്തതാണ് നിന്റെ ദേഹം. നിന്റെ ശരീരത്തിന്റെ ഭംഗി മറ്റുള്ള ഒന്നിനോട് ഉപമിക്കാൻ പറ്റുന്നില്ല. കാൺമാൻ മോഹഭരം ഉദിതം, അപ്പൊ നിന്നെ കണ്ടപ്പോൾ എനിക്ക് മോഹമുണ്ടായി, അതൊരു കാര്യം ശരിയാണ്. കവിഞ്ഞ മോഹമുണ്ട്, വർദ്ധിച്ചൊരു മോഹമുണ്ട്. എന്താണ്? നിന്നെ ഒന്ന് കയ്യിൽ വെച്ച് ലാളിക്കാൻ. സ്നേഹമേ വിഹിതം ന മയ ദ്രോഹമിതു പൊഴുത് അമര ഖഗവര. സ്നേഹമേ വിഹിതം, ഞാനിത് ചെയ്തത് സ്നേഹം കൊണ്ടാണ്, നിന്നെ കൊല്ലാനൊന്നുമല്ല. നിന്റെ സുന്ദരമായ മറ്റ് ആരോടും ഉപമിക്കാനാവാത്ത മനോഹരമായ ശരീരം കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം ഉണ്ടായി, ഞാൻ നിന്നെ കൈക്കലാക്കിയതാണ്. അതും സ്നേഹത്താലാണ് ഞാനത് ചെയ്തത്. സ്നേഹമേ വിഹിതം എന്നാൽ ന മയാദ്രോഹം, ഞാൻ നിനക്ക് ദ്രോഹം ചെയ്യില്ല. ഇത് പൊഴുത് ഖഗവര, ഈ അവസരത്തിൽ ഖഗവര, ഇനിയിപ്പൊ നീ ഇത്രയും കരഞ്ഞു നിലവിളിച്ചല്ലോ, നിന്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞല്ലോ. ഇനി ഈ അവസരത്തിൽ ഖഗവര, ഖഗം പക്ഷി, വരൻ ശ്രേഷ്ഠൻ, പക്ഷി ശ്രേഷ്ഠ, ഗുണനിധേ, ഗുണങ്ങളുടെ ഇരിപ്പിടമായവനെ, ഗുണനിധിയായിട്ടുള്ളവനെ, ഗുണങ്ങളുടെ ഇരിപ്പിടമായവനെ, ഖേദമരുതേ, നിനക്ക് സങ്കടമൊന്നും ഉണ്ടാകരുതേ. തേ, നിനക്ക് പറന്ന് ഇച്ഛയ്ക്കൊത്ത വഴി നീ ഗച്ഛനി, പറന്ന് ഇച്ഛയ്ക്കൊത്ത വഴി ഗച്ഛനി, പറന്ന് ഇച്ഛ ആഗ്രഹം, നിനക്ക് ആഗ്രഹമുള്ള സ്ഥലത്തേക്ക് ഗച്ഛനി എന്ന് പറഞ്ഞാൽ പോയാലും നീ. അപ്പൊ ഈ ഒരു കവിതയില്, ആട്ടക്കഥയില് മലയാളവും സംസ്കൃതവും ഇടകലർത്തി പ്രയോഗിച്ചിരിക്കുന്ന രീതിയാണ്. അപ്പൊ പല പദങ്ങളും നമുക്ക് ഈ ഗച്ഛ എന്നൊക്കെ ഉള്ളത് സംസ്കൃതമാണ്. അപ്പൊ ഇതൊന്നും നമുക്ക് സംസ്കൃതമാണെന്ന് തോന്നാത്ത രീതിയിൽ അദ്ദേഹം വളരെ മനോഹരമായി ഇതിനെ സമ്മേളിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ ഇതിനകത്ത് നിരവധി പദങ്ങൾ ആവർത്തിച്ച് വരുന്നുണ്ട്, ഒരേ ശബ്ദഭംഗിയുള്ള പദങ്ങൾ വരുന്നുണ്ട്. സ്നേഹം, ദ്രോഹം, ദേഹം, അപ്പൊ ആ വരികളിലെല്ലാം രണ്ടാമത്തെ അക്ഷരം ദ്വിതീയാക്ഷര പ്രാസം വരുന്നുണ്ട്. അതുപോലെ ഇച്ഛയ്ക്കൊത്ത വഴി ഗച്ഛനി, ആഗ്രഹത്തിനൊത്ത വഴി നീ പോവുക എന്നൊക്കെയുള്ളത് ഈ ശബ്ദഭംഗി വർദ്ധിപ്പിക്കുന്ന പദങ്ങളാണ്. ഇതിനോടൊപ്പം നോട്ട് ചേർക്കുന്നുണ്ട്. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ശീവ ടീച്ചർ.